ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സയാംസർ വെൽനസ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് IGF-1 ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന IGF-1 നമ്മുടെ ശരീരത്തിലെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു എന്ന് നോക്കാം. അതിൻ്റെ ലെവൽ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്ത് നിർത്താം, എങ്ങനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താം എന്ന് നോക്കാം. അതിൻ്റെ ആവശ്യകത എന്ത് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ലിവർ ഹെൽത്തി ആയിരിക്കുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഫാറ്റി ലിവർ ഡിസീസ് വളരെയധികം കൂടുതലാണ്. IGF-1 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ തൊട്ടിട്ട് നമ്മുടെ മസിൽസും ബോൺസും വരെ IGF-1ൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ബോൺസിനും മസിൽസിനും ഒക്കെ. അപ്പോൾ IGF-1 എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നത്? വർദ്ധിപ്പിക്കേണ്ട എന്നല്ല പറയുന്നത്, വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് കൂടിക്കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ട് സെൽസിൻ്റെ പ്രൊലിഫറേഷൻ ഉണ്ടാവും, അതായത് കോശവിഭജനം. അത് എന്തിലേക്കാണ് എത്തുക? അനാവശ്യമായി ട്യൂമർ ഗ്രോത്തിലേക്കൊക്കെ എത്തും. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒന്നല്ല, പക്ഷേ ചില പ്രത്യേക അസുഖങ്ങളിൽ അത് സംഭവിക്കാം. പിന്നെ ചില പ്രത്യേക മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കാം. അപ്പം അതൊന്നും അല്ലാതെ സ്വാഭാവിക ജീവിതത്തിൽ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജീവിതത്തിൽ IGF-1 എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം, അതിൻ്റെ ലെവൽ എങ്ങനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താം എന്നാണ് ഞാനിന്ന് പറയുന്നത്. ലിവർ ഹെൽത്ത്, കരളിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും കേട്ടിട്ടുണ്ടാവില്ല IGF-1 എന്നുള്ളത്. കാരണം ഒരു 10 വർഷമായി ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1. അതുകൊണ്ടാണ് ഇന്ന് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന പേര് നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എന്നും ഉണ്ടായിരുന്നു. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെങ്കിലേ ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ശരിക്കും പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ. അത് നമ്മുടെ തലച്ചോറിലാണ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഉണ്ടാക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ. ആ ഗ്രോത്ത് ഹോർമോണും നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറും വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലൂടെ എത്തി ലിവർ സെൽസിനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ ലിവർ അഥവാ കരൾ ആണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. മസിൽസിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുടെ വിഭജനം, നമ്മളുടെ ടിഷ്യൂസിൻ്റെ മെയിൻ്റനൻസ്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ബോൺസിൻ്റെ ആരോഗ്യത്തിന്, കാർട്ടിലേജസിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. കാരണം മറ്റൊന്നുമല്ല, ഇൻസുലിൻ്റെ അതേ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു പെപ്റ്റൈഡ് ഹോർമോണിനുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഇൻസുലിൻ്റെ അതേ ഒരു സ്ട്രക്ചറുള്ള ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവൽ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ നമ്മുടെ ശരീരത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിനിൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, മെമ്മറിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഓർമ്മശക്തി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ട്, ഓർമ്മകൾ കുറഞ്ഞു പോകും നമുക്ക് പ്രായമാകുമ്പോൾ. IGF-1 പ്രായമാകുമ്പോൾ കുറയുന്നുണ്ട്. അത് മസിൽ ലോസിനും കാരണമാവും, ഇതുപോലെ ഓർമ്മ കുറയുവാനും കാരണമാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ കാരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അവയെല്ലാം പൊതുവെ ഏജിങ് റിലേറ്റഡ് ആയിട്ട് കുറയും, അതൊരു കാര്യമാണ്. അത് കൂടാതെ ചില അസുഖങ്ങളിലും ഇത് കുറയും. അതിലൊന്നാണ് ലിവറിൻ്റെ ഹെൽത്തിന് അപകടത്തിലാക്കുന്ന അസുഖങ്ങൾ. ഇന്നത്തെ കാലത്ത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കണം. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഫാറ്റി ലിവർ ഡിസീസിൻ്റെ മെയിൻ പ്രശ്നം നമ്മളുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതാണ്. വിസറൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതും അത് ക്രമേണ ലിവറിൻ്റെ ചുറ്റും ഫാറ്റ് അടിഞ്ഞുകൂടി ലിവർ സെൽസിൻ്റെ പ്രവർത്തനം പാടെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ ഡിസീസും. പിന്നെ അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷനാണ് സീറോസിസും എല്ലാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശരീരം എത്താതെ നോക്കുക. അപ്പോൾ IGF-ഉം കുറയും, IGF-1 കുറയും ഫാറ്റി ലിവർ ഒക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഈ IGF കുറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മസിലിൻ്റെ മാസ് കുറയും, മസിൽ ലോസ് ഉണ്ടാവും, ബോണിൻ്റെ സ്ട്രെങ്ത് കുറയും, ഓസ്റ്റിയോപോറോസിസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ പവറും കുറയും. പിന്നെ കൊളാജൻ, നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ കൊളാജൻ ഡിക്ലൈൻ വരാം. കൊളാജൻ ആണല്ലോ സ്കിന്നിന് ഫേംനെസ്സും ആ ഒരു ടോൺഡ് ലുക്കും എല്ലാം തരുന്നത്, ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊളാജനാണ്. അതുമാത്രമല്ല, ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ്, അതായത് നമ്മളെ മുറിവ് ഉണങ്ങുന്നതും ഒരു സർജറി ചെയ്ത മുറിവ് ഉണങ്ങുന്നതും ഒക്കെ കൊളാജൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അതിന് ഈ IGF-1 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജിങ് റിലേറ്റഡ് ആയിട്ട് ജനറലി IGF-1 ഒരു കുറവുണ്ടാകാം.
അത് വളരെ സ്വാഭാവികമാണ്. നമ്മൾക്ക് കുട്ടിക്കാലത്ത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് ഈ IGF-1. അപ്പോൾ അതിൻ്റെ ഒരു ലെവല് നമുക്ക് കുട്ടിക്കാലത്തുള്ള ലെവൽ ഒരിക്കലും നമ്മളൊരു 40s എത്തുമ്പോൾ ഉണ്ടാവില്ല. അതിൻ്റെ ആവശ്യകതയും ശരീരത്തിനില്ല. പക്ഷേ ക്രമാതീതമായിട്ട് അത് കുറഞ്ഞാൽ മസിൽ ലോസ് ഉണ്ടാവും. നമ്മുടെ ഓർമ്മ കുറയും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അവയെല്ലാം തടയുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. IGF-1നെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നേക്കാൾ നല്ലത് IGF-1 എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൂടാതെയും ഒരുപാട് കുറയാതെയും നിലനിർത്താം എന്ന് നോക്കാം. അതായത് അതിൻ്റെ ലെവൽ ഓപ്റ്റിമൈസ് ചെയ്യുക, ലെവൽ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക. പണ്ടത്തെ കാലത്ത് നമ്മൾ ഇത് സ്വയം ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. കാരണം വളരെയധികം അധ്വാനിക്കുന്ന ഒരു ശീലമുള്ള തലമുറയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ആഹാര രീതിയും വ്യത്യാസമായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇന്ന് പിന്തുടരുന്നത്. വളരെയധികം സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ നമ്മളെല്ലാം കഠിനാധ്വാനം ചെയ്യാതെയാണ് ഇരിക്കുന്നത്. മെൻ്റൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഫിസിക്കലി നമ്മളൊരു ബിലോ മോഡറേറ്റ് ലെവലാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. പലരും നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കാതെ അതൊരു ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നടക്കുന്നില്ല. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ ജോലികൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകണം. ഫിസിക്കൽ എക്സസൈസിനും. ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സാധാരണ പല ജോലികളിൽ ഇന്ന് ഇല്ല. ഇരുന്നുള്ള ജോലിയാണ് പല ആൾക്കാർക്കും. അതൊരു പ്രധാന ഘടകമാണ്. നന്നായിട്ട് മൂവ് ചെയ്യാം. പിന്നെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് എക്സസൈസ് ചെയ്യണം. അത് സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ IGF-1 40കൾക്ക് ശേഷം നന്നായിട്ട് കുറയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മസിൽസിൻ്റെ മാസ്, മസിൽസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക, പ്രത്യേകിച്ചും 40s ക്രോസ് ചെയ്യുമ്പോൾ. പിന്നെ ലിവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലിവർ ഹെൽത്ത് നന്നായിരിക്കണമെങ്കിൽ നമ്മൾ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും വിട്ടു നിൽക്കണം. പക്ഷെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൂടിയ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫാറ്റ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക ഭക്ഷണത്തിൽ എന്നുള്ളതാണ് പ്രധാനം. അൺഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കേണ്ടത്. മൊത്തം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതിൽ പല പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഹോൾ ഗ്രെയിൻസ്, കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഹെൽത്തി പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ IGF-1 സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുവാൻ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ പക്ഷെ കൂടാനും പാടില്ല. ഒരുപാട് അനിമൽ പ്രോട്ടീൻസ് കഴിക്കരുത്. നമ്മൾ ജനറലി കേൾക്കുന്ന ഒന്നാണ്, നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടണമെങ്കിൽ അനിമൽ പ്രോട്ടീൻ വേണം. തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷേ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നോൺ മാത്രം കഴിക്കുകയുള്ളൂ. അതായത് അത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീനൊക്കെ ആണ്, പക്ഷേ എന്നും ഇത് മാത്രം കഴിക്കുമ്പോൾ ഈ IGF-1 കൂടാനൊരു സാധ്യതയുണ്ട്. അനിമൽ പ്രോട്ടീൻ മാത്രം, അതായത് മീറ്റ്, അതുപോലെ ഫിഷ്, അങ്ങനെയുള്ള സീ ഫുഡ് ഇത് മാത്രം കഴിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ട്. അപ്പോൾ IGF-1 കൂടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം പ്രത്യേകിച്ചും ക്യാൻസറിലേക്ക് നയിക്കും. അതായത് IGF-1 എന്ന് പറഞ്ഞാൽ അത് കോശവിഭജനം ത്വരിതപ്പെടുത്തുന്ന ഒരു വസ്തു കൂടിയാണ്. അതിനെ നമ്മൾ ബാലൻസിൽ നിർത്തിയാൽ ഇത്രയും കൂടുതൽ ഗുണം നമുക്ക് തരുന്ന വേറൊരു പെപ്റ്റൈഡ് ഹോർമോൺ ഇല്ല നമ്മുടെ ശരീരത്തിൽ. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും അമിതമായാൽ അമൃതവും വിഷമാണ്. അപ്പം അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലെവലിൽ IGF-1 നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അതുപോലെ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. മസിൽ മാസ് കുറയും, ക്ഷീണം വരാം, അതുപോലെ നമ്മളെ എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കാം, ഓസ്റ്റിയോപോറോസിസ് വന്ന എല്ല് പൊടിയാം, ഇതൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ അമിതമായിട്ട് കഴിക്കാതെ നോക്കുക, കുറഞ്ഞു പോവാതെ നോക്കുക. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് മിക്സ് ആയിട്ട് കഴിക്കാം. കുറച്ച് നാൾ നമ്മൾ ഇപ്പോൾ അനിമൽ പ്രോട്ടീൻ, മീറ്റോ, ഇറച്ചിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു നേരം നമ്മൾക്ക് പ്ലാന്റ് പ്രോട്ടീൻ എടുക്കാമല്ലോ, പയറുവർഗ്ഗങ്ങളും മറ്റും. ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് സാധാരണ ഒരാൾക്ക് 1 ഗ്രാം പെർ കിലോഗ്രാം പെർ ബോഡി വെയിറ്റ് മതി. പക്ഷേ കുറച്ചുകൂടെ സ്ട്രെനുവസ് വർക്കൊക്കെ ചെയ്യുന്നവരും, അതുപോലെ പ്രഗ്നന്റ് വിമൻ, ഗർഭിണികൾക്കും കുഞ്ഞിന് പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഒക്കെ ഒരു 1.2 മുതൽ 1.6 ഗ്രാം പെർ കിലോഗ്രാം പെർ ബോഡി വെയിറ്റ് പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി ഇത് കിട്ടുവാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രോട്ടീൻ കിട്ടുവാൻ നമ്മൾ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക, ഫിഷ് കഴിക്കാം, എഗ്ഗ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, പക്ഷെ എല്ലാം മിതമായിട്ട് കഴിക്കാം. എത്ര ക്വാണ്ടിറ്റി ആണോ നമുക്ക് വേണ്ടത് അത്രയും കഴിക്കാം. അപ്പോൾ ആ ഒരു അളവിൽ അമിതമായിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെങ്കിൽ
നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ആവശ്യമില്ലാതെയും ഭക്ഷണം കഴിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനെ കാണുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടൽസിൽ കയറി നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഫുഡും ഓർഡർ ചെയ്ത് കഴിക്കില്ലേ? അങ്ങനെ നിരന്തരമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രോട്ടീൻ കൂടിയിട്ടുള്ള പ്രശ്നം വരിക. സാധാരണ ഒരാൾക്ക് അങ്ങനെ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വരില്ല. അപ്പം നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കാം, അതുപോലെ അതിൽ തന്നെ പ്രോട്ടീൻ്റെ കണ്ടന്റും കൂടുതലുണ്ടാവും. അപ്പോൾ അനിമൽ പ്രോട്ടീൻ അമിതമായാലും കുഴപ്പമാണ്. അപ്പോൾ IGF-1 നമ്മൾ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തണം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതിനൊരു സാധാരണ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. അനിമൽ പ്രോട്ടീനും വേണം, പ്ലാന്റ് പ്രോട്ടീനും വേണം. പിന്നെ അടുത്ത കാര്യം നമ്മൾ എക്സസൈസിൻ്റെ ഇത് തന്നെയാണ്. എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണം, ഫിസിക്കൽ എക്സസൈസ് വേണം. അതായത് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും മോഡറേറ്റ് ലെവലിൽ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. പിന്നെ നമ്മളുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ പ്രത്യേകിച്ച് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ മാത്രമേ നമ്മൾ ഈ IGF-1 സന്തുലിതാവസ്ഥയെ നിലനിർത്തുള്ളൂ, നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അത് ഇമ്പ്രൂവ് ആക്കാനുള്ള വഴികൾ നോക്കുക. ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കത്തിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ ഉറക്കം എങ്ങനെ ബാധിക്കുന്നു, ഉറക്കമില്ലായ്മ എങ്ങനെ ബാധിക്കുന്നു, ഉറക്കം എങ്ങനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഉറക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും പറ്റിയിട്ടും നമുക്ക് പറയേണ്ടി വരും. ഹൃദയത്തിൻ്റെ ആരോഗ്യവും അതുപോലെ നമ്മുടെ ഷുഗർ ലെവലും ഒക്കെ ഫാറ്റ് ലിവറും ഒക്കെ നിർണ്ണയിക്കുന്നതിൽ ഉറക്കത്തിന് പങ്കുണ്ട്. നിങ്ങൾ വിചാരിക്കും ഉറക്കം ബ്രെയിനുമായി റിലേറ്റഡ് അല്ലേ, പിന്നെ എങ്ങനെയാണത് ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണമെന്ന്. അത് വളരെയധികം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പൊതുവേ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്യമാണ്. പക്ഷെ അത് കൂടാതെ ഉറക്കത്തിലാണ് പല ഹോർമോണുകളുടെയും സെക്രീഷൻ നടക്കുന്നത്. നല്ല ഡീപ്പ് സ്ലീപ്പിലാവുമ്പോഴാണ് ഈ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് പൾസറ്റൈൽ സെക്രീഷൻസ് നടത്തിയിട്ട് നമുക്ക് ലിവറിൽ ഈ IGF ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ലിവറിൽ IGF ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. IGF നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മസിൽ ലോസും അതുപോലെ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യലും ഒക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. എന്തൊക്കെ നല്ല ഗുണങ്ങൾ IGF ചെയ്യണോ അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ മസിൽസിൻ്റെ ശേഷി, ബോൺസിൻ്റെ ശേഷി ഒക്കെ കുറയും. പിന്നെ ഷുഗർ വരാം, ബ്രെയിൻ ഹെൽത്ത് കുറയാം, പിന്നെ കൊളാജൻ ഡൗൺ ആവും, കൊളാജൻ്റെ ലെവൽ കുറയും. അപ്പോൾ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, വൂണ്ട് ഹീലിങ്ങിന് എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾക്ക് ജനറലി ഫാറ്റിനെ വിഘടിപ്പിക്കുവാൻ ഈ IGF-1 കഴിയുണ്ട്. അപ്പം ആ IGF-1 കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും കൂടുതൽ. ഇതെല്ലാം ഒരു സർക്കിൾ വരയ്ക്കുന്ന പോലെയാണ്. അത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തും, തിരിച്ച് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ IGF ഇമ്പ്രൂവ് ആവും. IGF-ന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ ശരീരത്തിൽ നിലനിർത്തണം. അതിന് നല്ല ഉറക്കം, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി IGF-നെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ലെവൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പ്യുബർട്ടിയിൽ, അതായത് ടീനേജിലായിരിക്കുന്ന സമയത്ത് 200 to 900 ഒരു 900 നാനോഗ്രാം വരെയൊക്കെ ഉണ്ടാവും. അന്നേരം നമ്മൾക്ക് ഗ്രോത്ത് സ്പേർട്ട് നടക്കുന്നുണ്ടല്ലോ, നമ്മളെ വളർച്ചയുടെ ഘട്ടമാണത്. അപ്പോൾ നമ്മൾ ഒരു മുതിർന്ന വ്യക്തിയായി മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അത് ഓക്കെയാണ്, നമുക്ക് അത്രയും വേണം. പക്ഷെ അത് കഴിഞ്ഞാൽ പൊതുവേ ഒരു ഡിക്ലൈൻ ഉണ്ടാവുന്നുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോഴും 10% മുതൽ 15% വരെ IGF-1 നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. ഒരു 40 വയസ്സിന് ശേഷം അത് ഏകദേശം ഒരു 86 മുതൽ 40-45 എല്ലാം എത്തുന്ന സമയത്ത് നമുക്ക് ഒരു 86 മുതൽ 267 നാനോഗ്രാം പെർ മില്ലിമോൾസ് ആണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ സ്വാഭാവികമാണ്. നമ്മൾ 58 എത്തുന്ന സമയത്ത് ഏകദേശം അത് 48 to 200, അതായത് 200 നാനോഗ്രാം വരെയാണ് അതിൻ്റെ ഒരു ലെവൽ എത്തുന്നത്. പക്ഷേ ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ അതിനോടനുബന്ധിച്ച് നമുക്ക് മസിൽ ലോസും ഉണ്ടാവും. അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ എക്സ്ട്രാ സ്ട്രെങ്ത് ട്രെയിനിങ് വേണം. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്ലാന്റ് പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ഹോൾ ഗ്രെയിൻ കാർബ് കഴിക്കാനും ഒക്കെ പറയണത്. പിന്നെ ഫാറ്റി ലിവർ ഡിസീസിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓൾറെഡി ഈ ഹെപ്പറ്റോസൈറ്റ്സ് ലിവർ സെൽസ് ആണല്ലോ
ഡാമേജ് ആയിരിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസസിൽ. അപ്പം അതിനൊരു സെൽ സ്ട്രെസ് അവിടെ ഓൾറെഡി ഉണ്ട് ഈ ഫാറ്റി ലിവർ ഡിസീസ്. അപ്പം ഈ സെൽസിന് ശരിക്കും ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. ലിവർ ആണല്ലോ ഈ IGF-1 ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. ഓൾറെഡി ഏജ് റിലേറ്റഡ് ആയിട്ട് കുറയുന്നതും ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് കുറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇതിന് എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ശരിയായ ഉറക്കം, എക്സസൈസ്, മിതമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതെല്ലാമാണ് മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യണം. നമ്മുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുക്കണം. കാരണം IGF-ന്റെ പ്രൊഡക്ഷൻ ലിവറിലാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. IGF-1 ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 അത് അത്രയും ക്രൂഷ്യലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻസ് അതിൻ്റെ പുറകെയാണ്. അപ്പോൾ നമ്മുടെ ലോഞ്ചിവിറ്റി, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യകരമായ ഒരു ലൈഫ് സ്പാൻ, ഹെൽത്തി ലൈഫ് സ്പാൻ, അതെല്ലാം നിർണ്ണയിക്കുന്നതിൽ IGF-1 വളരെയധികം പ്രധാനപ്പെട്ട റോളുണ്ട്. ഞാൻ ഈ ഒരു IGF-നെ കുറിച്ചിട്ട് മിക്കവാറും നമ്മുടെ പേഷ്യൻസിനോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം ഫാറ്റി ലിവർ ഡിസീസിൽ IGF-ന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മെഡിപ്രസിഷന് വേണ്ടി ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് IGF എന്താണ്, ഓരോ പ്രായത്തിലും IGF-1 എത്രയാണ്, അത് എങ്ങനെ മെച്ചപ്പെടുത്താം, അത് കൂടിയാലുള്ള കുഴപ്പം എന്ത്, കുറഞ്ഞാലുള്ള കുഴപ്പമാണ്, കുറച്ചും കൂടെ വ്യക്തത കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.